ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് കർഷന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിലും ഉള്ള തേർഡ് പാർട്ടി സിറ്റുവേഷന് ഇംബാലൻസ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ആ ഒരു ബാലൻസ് സിറ്റുവേഷൻ ഇംബാലൻസ് ആയി. ഇവിടെ ഇവർ എത്രത്തോളം പ്രഷർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ, അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ മേൽ പ്രഷർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർ ആഗ്രഹിക്കുന്നത് പോലെയല്ല ആഗ്രഹിക്കുന്നത്. അവരുടെ ഇഷ്ടം നടത്തിയെടുക്കാനാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി. ഇവിടെ ഇത്രയും ദിവസം ഇവർ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ, നീ ആ പേഷ്യൻസായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെയാണെങ്കിൽ, ഇനി ഇവർ നിങ്ങളോട് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു ബന്ധത്തെ ആർക്കും തകർക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുമുള്ള ടെൻഷനും വേണ്ട, ഞാൻ നിനക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ്, എന്നെ നിന്നിൽ നിന്ന് അകറ്റാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇങ്ങനെയും പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ആരൊക്കെയാണോ മോശം സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കുന്നത് അവരുമായിട്ടൊരു അകൽച്ച ഇവർ ഉണ്ടാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു അഷുറൻസ് ലഭിക്കുന്നതാണ്. അതായത് എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണല്ലോ പറയുന്നത്, അപ്പോൾ ഉറപ്പായിട്ടും അവർ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഒത്തിരി ഇവർ ആഗ്രഹിച്ചു, നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇവർ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇങ്ങനെ ബാലൻസ് ആക്കിയിട്ട് കാര്യമില്ല, ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ്. കാരണം ഇവിടെ ഇവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചുകൊണ്ട് തേർഡ് പാർട്ടി ഇവരുടെ ആ ഒരു മേൽ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തപ്പോൾ ഇവരുടെ ആ ഒരു ബാലൻസ് സിറ്റുവേഷൻ ഇൻബാലൻസ് ആയി. അപ്പോൾ ഇനി എന്തായാലും കാത്തു നിന്നിട്ട് കാര്യമില്ല, ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള എനർജിയിലാണ് ഇവർ. ഇവിടെ ഇവർക്ക് തോന്നുന്നത് എന്താണോ നിങ്ങളുടെയും ഇവരുടെയും ഭാഗ്യത്തിലുള്ളത് അത് സ്വയം നിങ്ങളെ അടുത്ത് വരും, ഇല്ല എങ്കിൽ സ്വയം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് ക്രിയേറ്റ് ആക്കണമെന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് മനസ്സിലായി ഇവർക്ക് ആരുടെ കൂടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഇവരുടെ മൈൻഡിൽ കൊണ്ടുവന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആരുടെ വിട്ടുകളയണം, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള കാര്യം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇമോഷൻസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവരുടെ ഈ ഒരു ഇമോഷൻസിനെ ആർക്കും തന്നെ മാറ്റാൻ സാധിക്കത്തില്ല. ആ ഒരു ഇമോഷനിൽ ഇവർ അതായത് ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് വളരെ തീവ്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണെങ്കിൽ ചില ആൾക്കാർക്ക് കോളോ മെസ്സേജോ അവരുടെ പേഴ്സൻ്റെ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ ഈ റീഡിങ് കണ്ടതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുന്നത്. എന്തൊക്കെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അത് അവസാനിപ്പിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് വന്നിരിക്കുന്നത്. അതായത് എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ ഇവർക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് അവിടെ അതൊരു എൻഡിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും ഇവർക്കും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ മേജർ ചേഞ്ച് ആണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഒരു ചേഞ്ച് നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആക്കുന്നതായിട്ട്, സ്ട്രോങ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ എന്തൊക്കെയാണോ ഡിസൈഡ് ചെയ്തേക്കുന്നത് അതിൽ തോറ്റു പോകുവാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും തോറ്റു പോകത്തില്ല. ഇവിടെ തേർഡ് പാർട്ടിയുടെ ആ ഒരു കർമ്മ റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും മോശം കർമ്മം തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മം ഇപ്പോൾ റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാർമിക് റിലേഷൻഷിപ്പാണോ നിങ്ങളും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇടയിലുള്ളത് അത് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണ് കാർമിക് പാർട്ട്ണർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിടയിലും എന്തെങ്കിലും ഒരു റിലീസിങ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കർമ്മം കൊണ്ട് ഒന്നായവരാണ് നിങ്ങളെങ്കിൽ മാത്രം ഉള്ളൂ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം ഓരോരുത്തരുടെയും ലൈഫിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കാം കാർമികമായിട്ട് വരുന്നത്. ചിലപ്പോൾ അച്ഛൻ വരും കാർമികമായിട്ട്, അമ്മ വരും കാർമികമായിട്ട്, ചിലപ്പോൾ സ്വന്തം ഭാര്യ വരും, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് വരും, മക്കൾ വരും. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ കാർമിക് വരുന്നത് ഓരോരോ രീതിയിൽ. ചില സ്ഥലത്ത് ഫ്രണ്ട്സ് ആയിരിക്കും വരുന്നത് കാർമികമായിട്ട്,
അപ്പോൾ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അത് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇവരുടെ മുന്നിലും ഇവരെ നിങ്ങളുടെ പിറകിലുമാണ് വയ്ക്കുന്നത്. കാരണം ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടായി നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള സോളാണ്, നിങ്ങളുടെ മുന്നിൽ നടക്കാൻ ഇവർ യോഗ്യരല്ല, ഞാൻ ഈ പ്യുവർ സോളിൻ്റെ പിറകിൽ നടന്നോളാം എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളെ മുന്നിൽ വയ്ക്കുന്നത്. ചില സത്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ബന്ധം ഇവർ ചിലപ്പോൾ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്തോ ഒരു കാര്യം അൺഫിനിഷായിട്ടാണ് ഉള്ളത്, അത് ഫിനിഷാക്കണം എന്നുള്ള തോന്നൽ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടാവും, ഇല്ല ഇനി നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുകയായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. പക്ഷേ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇല്ല, നമ്മൾക്കിടയിൽ എന്തോ ഉണ്ട്, അത് അങ്ങനൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. സോൾ കോൺട്രാക്റ്റ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരികയാണ് നിങ്ങളുമായിട്ടാണ് ഒരു സോൾ കോൺട്രാക്റ്റ് ഇവർക്ക് ഉള്ളത് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇവർക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു സോൾ കർമ്മ, പെൻഡിങ് കർമ്മ നിങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഒട്ടും നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുമായിട്ട് പഴയ രീതിയിൽ ബന്ധം തുടരണം എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവരുടെ ഈഗോയെ നിങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെയും ചില സത്യങ്ങൾ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ആ സത്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ 100% ഇവർക്ക് തരുവാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയെങ്കിലും 100% സ്നേഹം നിങ്ങൾക്ക് തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കേണ്ട സിറ്റുവേഷൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അത് രണ്ട് സിറ്റുവേഷനും ബാലൻസായി കൊണ്ടുപോകാൻ ഇവർ നല്ല രീതിയിൽ ശ്രമിച്ചു. ഇനി ഇവരെ കൊണ്ട് സാധിക്കത്തില്ല, മൂവ് ഓൺ ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന്. കാരണം ഇവിടെ സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിലോ എന്തെങ്കിലും ബന്ധനത്തിൽ ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിലോ ഇവർ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്രൗൺ ചക്ര ഹീലായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. അതുകൊണ്ട് ഇവർക്ക് ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇവർക്ക് ഇവരുടെ ആ ഒരു തെറ്റ് തിരുത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് വരാൻ പോകുന്ന 2 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കോണ്ട സിറ്റുവേഷൻ നോക്കാം. ഫിസിക്കൽ മീറ്റിംഗ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാവുന്നതായിട്ട്, സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു പുതിയ തുടക്കം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകുന്നതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ വിഷസാണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് വച്ചിരുന്ന ഇവരിൽ നിന്ന് അതെല്ലാം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ കൂടുതൽ ആഴത്തിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കണക്ഷൻ വളരെ സ്ട്രോങ് ആവുന്നതായിട്ട്, ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് ഒരു വാർണിംഗും ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണോ കോണ്ട സിറ്റുവേഷൻ ഉള്ളത് അവരെല്ലാം വരാൻ പോകുന്ന സമയം കോണ്ടാക്റ്റിൽ തന്നെ ഇരിക്കും, ഒരു കുഴപ്പവുമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഏഞ്ചൽസ് എല്ലാ സമയവും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ചില സമയം തോന്നുന്നു ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നെങ്കിൽ അത് തെറ്റാണ്. എല്ലാ സമയവും ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.